കൊല്ലം ആശ്രാമത്തിന് സമീപം വയോധികന്റെ അപകടമരണം കൊലപാതകമെന്ന് കണ്ടെത്തി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജർ നൽകിയ കൊട്ടേഷനിലാണ് പാപ്പച്ചൻ കൊല്ലപ്പെട്ടത്. ബാങ്കിൽ നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപ തുകയായ 80 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ കൊലപാതകം. സംഭവത്തിൽ 5 പേരെ പോലീസ് പിടികൂടി. ഇക്കഴിഞ്ഞ മെയ് 23-നായിരുന്നു സൈക്കിളിൽ യാത്ര ചെയ്ത പാപ്പച്ചൻ കാറിടിച്ചു മരിച്ചത്. BSNL ഉദ്യോഗസ്ഥനായിരുന്ന പാപ്പച്ചൻ സർവീസിൽ നിന്നും വിരമിച്ച ഇനത്തിൽ കിട്ടിയ 76 ലക്ഷത്തോളം രൂപ കൊല്ലത്തെ സ്വകാര്യ ബാങ്കിൽ FDI നിക്ഷേപിച്ചു. ഈ തുക കൈക്കലാക്കുന്നതിന്റെ ഭാഗമായാണ് ബാങ്ക് മാനേജറുടെ നേതൃത്വത്തിൽ കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. അനിമനുടെ ഒരു അസോസിയേറ്റ് മാഹിനും ഈ 2 പേരിനെ ഒരു കൊട്ടേഷൻ കൊടുത്ത സരിത പിന്നെ അനു, ഈ 2 പ്രതികളുടെ ഇൻവോൾവ്മെന്റും ഇതിനകത്ത് വലിവായിട്ടുണ്ട്. അതുപോലെ തന്നെ അനിമനിനെ ഈ നീല വാഗനർ കൊടുത്ത ഹാഷിഫിനെയും പ്രതിയാക്കാനുള്ള തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ ഈ 5 പേരിനെ പ്രതിയാക്കിയിട്ട് ഈ കേസ് നമ്മൾ 302-ലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാപ്പച്ചനെ വകവരുത്തുന്നതിനായി 18 ലക്ഷത്തോളം രൂപയാണ് കൊട്ടേഷൻ നൽകിയത്. ബാങ്ക് മാനേജർ സരിത, ജീവനക്കാരൻ അനൂപ്, കൃത്യം നടത്തിയ അനിമോൻ ഉൾപ്പെടെ 5 പേരാണ് പിടിയിലായത്. പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷത്തോളം രൂപ സരിത പിൻവലിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തർക്കങ്ങളും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. പാപ്പച്ചനെ വകവരുത്തിയാൽ മുഴുവൻ തുകയും കൈക്കലാക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികളായ സരിതയും അനൂപും കൊട്ടേഷൻ നൽകിയത്. കൊലപാതകം നടത്താൻ അനിമോനെ സഹായിച്ച മാഹിൻ, ഷാഹിം എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജനം, കൊല്ലം.